നിങ്ങൾ എപ്പോഴെങ്കിലും ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? കാണാൻ വലിയ സൗന്ദര്യമോ കയ്യിൽ ഒരുപാട് പണമോ വലിയ കാറോ ഒന്നുമില്ലാത്ത തികച്ചും സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനോട് ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിക്ക് പോലും എങ്ങനെയാണ് അഗാധമായ ഒരു ആകർഷണം തോന്നുന്നത്? അതേസമയം നിങ്ങളൊരുപക്ഷെ നല്ല ജോലി, ലുക്സ്, പണം എന്നിവയെല്ലാം ഉണ്ടായിട്ടും ഒരു നല്ല പയ്യനായി പെരുമാറിയിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിരന്തരം തിരസ്കരണങ്ങൾ നേരിടേണ്ടി വരുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വേദനാജനകമായ ഫ്രണ്ട് സോണിൽ ഒതുങ്ങിപ്പോകുന്നത്? നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവാം, വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങി നൽകിയിട്ടുണ്ടാവാം, അവളുടെ എല്ലാ കാര്യങ്ങൾക്കും ഓടിച്ചെന്നിട്ടുണ്ടാവാം, അവൾ പറയുന്നത് എന്തും ശരിവച്ചിട്ടുണ്ടാവാം. എന്നിട്ടും അവസാനം അവൾ പറഞ്ഞത് നീ എനിക്ക് നല്ലൊരു സുഹൃത്തു മാത്രമാണ് എന്നായിരിക്കും. ഈ വേദനയുടെ, ഈ നിരാശയുടെ കാരണമെന്താണ്? കാരണം മറ്റൊന്നുമല്ല, പകരം നിങ്ങൾ ആകർഷണത്തിൻ്റെ നിയമങ്ങൾ പഠിച്ചത് തെറ്റായ പുസ്തകങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ്. ഇന്റർനെറ്റിൽ കാണുന്ന പൊള്ളയായ ഉപദേശങ്ങളെല്ലാം മറന്നേക്കൂ. കാരണം സ്ത്രീകളെ ആകർഷിക്കുന്നതിൻ്റെ യഥാർത്ഥ മനഃശാസ്ത്രം തികച്ചും വ്യത്യസ്തമാണ്. അതൊരു സീക്രട്ടാണ്, വാക്കുകൾക്കതീതമായ ഒരു ആശയവിനിമയമാണ്. ഈ വീഡിയോയിൽ ആ സൈക്കോളജിക്കൽ ഫോർമുല, ആ രഹസ്യ ഭാഷ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ പോവുകയാണ്. ഇത് പഠിക്കുന്നതിലൂടെ ഏത് പെൺകുട്ടിയെയും നിങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഒരു ശക്തമായ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. ഇത് ഡേറ്റിങ്ങിനു വേണ്ടി മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങളെ കൂടുതൽ ആത്മവിശ്വാസമുള്ള ശക്തനായ ഒരു പുരുഷനാക്കി മാറ്റും. നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയാൻ പോവുകയാണ്. അതുകൊണ്ട് ഓരോ വാക്കും ശ്രദ്ധയോടെ കേൾക്കുക. ആകർഷണത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമം ഇതാണ്: ഷീ ഫീൽസ് വാട്ട് യു ഫീൽ. അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്തു വികാരമാണോ അത് അവൾക്കും അനുഭവപ്പെടും. ഇതൊരു മാജിക് അല്ല, ശുദ്ധമായ സൈക്കോളജിയാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് മറ്റൊരാളുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാനുള്ള കഴിവ്, ഇൻറ്റ്യൂഷൻ വളരെ കൂടുതലാണ്. നിങ്ങളുടെ വാക്കുകളേക്കാൾ ഉപരി നിങ്ങളുടെ ശരീരഭാഷ, ശബ്ദത്തിലെ വിറയൽ, കണ്ണിൻ്റെ ചലനങ്ങൾ, നിങ്ങളുടെ മൊത്തത്തിലുള്ള ഊർജം, വൈബ് എന്നിവയാണ് അവർ ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ മനസ്സൊരു റേഡിയോ ട്രാൻസ്മിറ്റർ പോലെയാണ്. നിങ്ങളുടെ ഉള്ളിൽ പേടിയും ആത്മവിശ്വാസക്കുറവും ആശങ്കയുമാണെങ്കിൽ നിങ്ങൾ ആ ഫ്രീക്വൻസിയാണ് പുറത്തേക്ക് അയക്കുന്നത്. നിങ്ങൾ എത്രയൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലെ ഈ ആവശ്യക്കാരൻ്റെ വൈബ് അവൾക്ക് കൃത്യമായി മനസ്സിലാവും. അതോടെ അവൾക്ക് നിങ്ങളിലുള്ള താൽപ്പര്യം നഷ്ടപ്പെടും. എന്നാൽ നിങ്ങൾ വളരെ കോൺഫിഡൻ്റായി, ശാന്തമായി, റിലാക്സ്ഡായി ഇരിക്കുമ്പോൾ നിങ്ങൾ പുറത്തുവിടുന്ന വൈബും അതുതന്നെയായിരിക്കും. എനിക്കെന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, അവളുടെ പ്രതികരണം എന്തായാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന മനോഭാവം അവൾക്ക് സുരക്ഷിതത്വവും ആകർഷണവും നൽകുന്നു. അതിനാൽ മാറ്റം തുടങ്ങേണ്ടത് നിങ്ങളുടെ വാക്കുകളിലോ പ്രവൃത്തികളിലോ അല്ല, നിങ്ങളുടെ ഉള്ളിലാണ്. ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പോകുന്നതിന് മുൻപ് ഒരു നിമിഷം കണ്ണടച്ച് ശ്വാസമെടുക്കുക. ആദ്യം ഉള്ളിൽ ആ ഫീലിംഗ് കൊണ്ടുവരിക, എന്നിട്ട് മാത്രം പ്രവർത്തിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അപ്രൂവൽ തേടി പോകുന്നതാണ്. പല പുരുഷന്മാരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഒരു പെൺകുട്ടിയുടെ അംഗീകാരത്തിനായി, അപ്രൂവലിനായി യാചിക്കുന്നത്. ഇതിനെയാണ് നൈസ് ഗൈ സിൻഡ്രോം എന്ന് പറയുന്നത്. അവർ കരുതുന്നത് അമിതമായി നല്ലവനായിരുന്നാൽ, അവളെ പ്രീതിപ്പെടുത്തിയാൽ, അവൾക്ക് വേണ്ടി എന്തും ചെയ്താൽ അവൾക്ക് തന്നോട് ഇഷ്ടം തോന്നും എന്നാണ്. എന്നാൽ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. നിങ്ങൾ എന്തിനാണ് അവളുടെ അപ്രൂവൽ തേടുന്നത്? കാരണം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ അവൾക്ക് യോജിച്ചവനല്ല, അതുകൊണ്ട് അവളുടെ അംഗീകാരം എനിക്ക് നേടിയെടുക്കണം എന്നാണ്. ഈ ചിന്തയാണ് നിങ്ങളെക്കൊണ്ട് താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. അവൾ പറയുന്ന എല്ലാ കാര്യങ്ങളോടും യോജിക്കുക, നിങ്ങൾക്ക് എതിരഭിപ്രായമുണ്ടെങ്കിൽ പോലും അർഹിക്കാത്ത പൊള്ളയായ പ്രശംസകൾ വാരിക്കോരി നൽകുക, അവൾ ആവശ്യപ്പെടാതെ തന്നെ അവൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ഓടുക, നിനക്ക് ബോറടിക്കുന്നുണ്ടോ, എൻ്റെ കൂടെ ഇരിക്കുന്നത് ഇഷ്ടപ്പെട്ടോ എന്ന് നിരന്തരം ചോദിക്കുക. ഇത്തരം പെരുമാറ്റം ഒരു സ്ത്രീക്ക് നൽകുന്ന സന്ദേശം നിങ്ങൾ ദുർബലനാണ്, നിങ്ങൾക്ക് സ്വന്തമായ നിലപാടില്ല എന്നാണ്. ഒരു പുരുഷന്റെ ശക്തമായ നിലപാടുകളാണ് ഒരു സ്ത്രീയെ ആകർഷിക്കുന്നത്. അയാൾക്ക് സ്വന്തമായ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളുമുണ്ട് എന്ന അറിവ് അവൾക്ക് ബഹുമാനം തോന്നിപ്പിക്കും. അതുകൊണ്ട് ഇനി മുതൽ അവളുടെ അപ്രൂവൽ തേടുന്നത് നിർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ധൈര്യമായി പറയുക. നിങ്ങൾ നിങ്ങളായിരിക്കുക. റിജക്ഷനെ ഭയപ്പെടരുത്, ഔട്ട്പുട്ടിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക.
ആകർഷണത്തിൽ വിജയിക്കുന്ന പുരുഷന്മാരും സാധാരണക്കാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം തിരസ്കരണങ്ങളെ അവർ എങ്ങനെ കാണുന്നു എന്നതാണ്. സാധാരണക്കാരന് റിജക്ഷൻ ഒരു വ്യക്തിപരമായ പരാജയമാണ്. അവൾ എന്നെ വേണ്ടെന്ന് വെച്ചു, എൻ്റെ കുറവുകൊണ്ടാണ് എന്ന് ചിന്തിച്ച് അവൻ വിഷാദത്തിലാകും. എന്നാൽ ആകർഷണത്തിൻ്റെ കല വശമാക്കിയ ഒരു പുരുഷൻ ഔട്ട്കം ഇൻഡിപെൻഡന്റ് മൈൻഡ്സെറ്റിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഫലം എന്തുതന്നെയായാലും അവനത് പ്രശ്നമല്ല. അവൻ്റെ ലക്ഷ്യം ആ സംഭാഷണം ആസ്വദിക്കുക, ഒരു പുതിയ അനുഭവം നേടുക എന്നത് മാത്രമാണ്. അല്ലാതെ അവളുടെ നമ്പർ വാങ്ങുകയോ ഡേറ്റിന് ക്ഷണിക്കുകയോ അല്ല. ഒരു പെൺകുട്ടി നിങ്ങളോട് പോയി തുലേടാ എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരൻ്റെ മനസ്സിലെ ചിന്ത, അയ്യോ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഞാനൊരു മോശം ആളാണോ എന്നായിരിക്കും. എന്നാൽ കോൺഫിഡൻ്റായ പുരുഷൻ്റെ ചിന്ത, ഓക്കെ നമ്മൾ തമ്മിൽ ചേരില്ല, അവളുടെ നഷ്ടം, അടുത്തയാളാര് എന്നായിരിക്കും. ഈ മനോഭാവം വരുന്നത് ഒരു അബൻഡൻസ് മൈൻഡ് സെറ്റിൽ നിന്നാണ്. അതായത് ഈ ലോകത്ത് കോടിക്കണക്കിന് സുന്ദരികളായ സ്ത്രീകളുണ്ട്, ഒരാൾ പോയാൽ മറ്റൊരാൾ വരും എന്ന ചിന്ത. എന്നാൽ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഉള്ളയാൾ ചിന്തിക്കുന്നത്, അവളെ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം തീർന്നു എന്നാണ്. ഈ ഭയമാണ് നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നത്. റിജക്ഷനെ ഭയപ്പെടരുത്, അതൊരു ഡേറ്റ പോയിന്റ് മാത്രമാണ്, നിങ്ങളുടെ മൂല്യത്തിൻ്റെ അളവുകോലല്ല. അവളെ ഒരു ദേവതയായി കാണരുത്. കാണാൻ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ മിക്ക പുരുഷന്മാരുടെയും തലച്ചോറ പ്രവർത്തനം നിലയ്ക്കും. അവർ അവളെ ഒരു സാധാരണ മനുഷ്യജീവിയായി കാണാതെ ആരാധിക്കേണ്ട ഒരു ദേവതയായി കാണാൻ തുടങ്ങും. അവളെ ഒരു പീഠത്തിൽ കയറ്റിവെക്കും. ഇത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്നാണ്. നിങ്ങൾ ഒരാളെ പീഠത്തിൽ കയറ്റുമ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു അസമത്വമായ അധികാരഘടന, പവർ ഡൈനാമിക് ഉണ്ടാകുന്നു. നീയാണ് സമ്മാനം, നിന്നെ നേടാൻ ശ്രമിക്കുന്ന മത്സരാർത്ഥിയാണ് ഞാനെന്ന് നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കുകയാണ്. സത്യത്തിൽ സുന്ദരികളായ സ്ത്രീകൾക്ക് ഏറ്റവും മടുപ്പുള്ള കാര്യവും ഇതുതന്നെയാണ്. അവരുടെ സൗന്ദര്യത്തെ പ്രശംസിക്കാത്ത പുരുഷന്മാർ വളരെ കുറവായിരിക്കും. അവർക്ക് വേണ്ടത് തങ്ങളെ ഒരു സാധാരണ വ്യക്തിയായി കാണുന്ന, തങ്ങളുടെ ചിന്തകളെയും അഭിപ്രായങ്ങളെയും വിലമതിക്കുന്ന ഒരു പുരുഷനെയാണ്. അതുകൊണ്ട് അവളെ സാധാരണക്കാരിയായി കാണുക. അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് വാചാലനാകുന്നതിന് പകരം അവളെ കളിയാക്കുക, വെല്ലുവിളിക്കുക. ഇതിൻ്റെ ലക്ഷ്യം അവളെ അപമാനിക്കലല്ല, മറിച്ച് നൂറുകണക്കിന് ആരാധകരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തനാക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, യു സീം ലൈക്ക് എ വെരി സ്വീറ്റ് പേഴ്സൺ, ബട്ട് ഐ ഹാവ് എ ഫീലിംഗ് യു മൈറ്റ് ബി എ ലിറ്റിൽ ബിറ്റ് ഓഫ് ട്രബിൾ. നിന്നെ കാണാനൊരു പാവത്തെ പോലെയുണ്ട്, പക്ഷെ എൻ്റെ ഉള്ളിരിപ്പ് പറയുന്നു നീ ഒരു ചെറിയ പ്രശ്നക്കാരിയാണെന്ന്. ഇത് കേൾക്കുമ്പോൾ അവൾ ചിരിക്കും, പ്രതികരിക്കും, നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കും. നിങ്ങൾ അവളുടെ സൗന്ദര്യത്തിൻ്റെ വലയത്തിൽ വീണില്ല എന്ന് കാണുമ്പോൾ അവൾ നിങ്ങളുടെ ശ്രദ്ധ നേടാൻ ശ്രമിച്ചു തുടങ്ങും. ഒരിക്കലും സെറ്റിലാവരുത്, നിങ്ങളുടെ നിലവാരം ഉയർത്തുക. ഒരു ഹൈ വാല്യൂ പുരുഷൻ ഒരിക്കലും തനിക്ക് കിട്ടുന്നതിനെ വെച്ച് തൃപ്തിപ്പെടില്ല. അവനവൻ്റെ ജീവിതത്തിൽ കൃത്യമായ നിലവാരങ്ങളുണ്ട്. അത് സ്ത്രീകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. അവൻ ഒരിക്കലും സെറ്റിലാവില്ല. നിലവാരമെന്ന് പറയുന്നത് സൗന്ദര്യം മാത്രമല്ല, അതവളുടെ വ്യക്തിത്വം, മൂല്യങ്ങൾ, പെരുമാറ്റം, ബുദ്ധി എന്നിവയെല്ലാം ആശ്രയിച്ചിരിക്കും. നിങ്ങളുടെ കാമുകി ഒരു കാര്യവുമില്ലാതെ നിങ്ങളോട് ദേഷ്യപ്പെട്ട് ഞാൻ പോകുകയാണ് എന്ന് ഭീഷണിപ്പെടുത്തിയാൽ എന്തു ചെയ്യും? സാധാരണ പുരുഷൻ കാലുപിടിക്കും, മാപ്പ് പറയും, അവളുടെ ഇഷ്ടത്തിനു വേണ്ടി സ്വന്തം നിലപാടുകൾ മാറ്റും. എന്നാൽ ഒരു ഹൈ വാല്യൂ പുരുഷന്റെ പ്രതികരണം വ്യത്യസ്തമായിരിക്കും. അവൻ ശാന്തനായി പറയും, ശരി, നമ്മൾ തമ്മിൽ ചേരില്ല എന്ന് തോന്നുന്നു, നിന്റെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ ആവട്ടെ. ഈ ശക്തിയും അവളെ നഷ്ടപ്പെടുമോ എന്ന ഭയമില്ലായ്മയുമാണ് ഒരു സ്ത്രീയെ ഒരു പുരുഷനിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. സ്വന്തം തത്വങ്ങൾ ഒരു പെൺകുട്ടിക്ക് വേണ്ടി അടിയറ വയ്ക്കാത്ത പുരുഷനെ അവൾ ബഹുമാനിക്കും. അവനോടൊപ്പം അവൾക്ക് സുരക്ഷിതത്വം തോന്നും. കാരണം അവനറിയാം സ്വന്തം മൂല്യം എന്താണെന്ന്. അവളെക്കൊണ്ട് എഫേർട്ട് എടുപ്പിക്കുക, ആകർഷണത്തിലെ നിക്ഷേപ തത്വം. നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും നമ്മൾ വില കൽപ്പിക്കില്ല. കഷ്ടപ്പെട്ട് നേടുന്നതിനായിരിക്കും എപ്പോഴും മൂല്യം കൂടുതൽ. ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ എന്നത്. ഒരു വ്യക്തി ഒരു കാര്യത്തിനു വേണ്ടി എത്രത്തോളം സമയം, പണം, ചിന്ത, വികാരം എന്നിവ നിക്ഷേപിക്കുന്നുവോ അത്രത്തോളം അതിനോട് അവർക്ക് മൂല്യം തോന്നും. ഇത് സ്ത്രീകളുടെ കാര്യത്തിലും ശരിയാണ്. നിങ്ങളൊരു തുറന്ന പുസ്തകമാവരുത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആദ്യമേ തന്നെ അവളോട് വെളിപ്പെടുത്തരുത്. നിങ്ങളെക്കുറിച്ച് അറിയാൻ അവളെക്കൊണ്ട് അല്പം പരിശ്രമിപ്പിക്കുക. ഇത് ഹാർഡ് ടു ഗെറ്റ് കളിക്കുന്നതല്ല, മറിച്ച് നിങ്ങൾക്ക് സ്വന്തമായൊരു ജീവിതമുണ്ടെന്ന് അവളെ ബോധ്യപ്പെടുത്തലാണ്. 24 മണിക്കൂറും അവൾക്ക് വേണ്ടി ലഭ്യമാവരുത്. നിങ്ങൾക്ക് സ്വന്തമായി ഹോബികളും സുഹൃത്തുക്കളും ലക്ഷ്യങ്ങളുമുണ്ട്. ചിലപ്പോൾ അവൾ ഇങ്ങോട്ട് മെസ്സേജ് അയക്കാനോ വിളിക്കാനോ അവസരം നൽകുക. പുഷ് പുൾ ടെക്നിക് ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, നിന്റെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ നീ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. ഈ പ്രശംസയും ചെറിയൊരു കളിയാക്കലും അവളെ നിങ്ങളിൽ കുടുക്കിയിടും. അവൾക്ക് വേണ്ടി നിങ്ങൾ മാറരുത്,
പാറ പോലെ ഉറച്ചു നിൽക്കുക. ഒരു ബന്ധം തുടങ്ങിയാൽ പല പുരുഷന്മാരും ചെയ്യുന്ന മണ്ടത്തരമാണ് കൂടെയുള്ള പെൺകുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം സ്വഭാവവും കൂട്ടുകാരെയും ഹോബികളെയും വരെ ഉപേക്ഷിക്കുന്നത്. നിങ്ങളൊരു ഉറച്ച പാറ പോലെയാകണം. നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യം, നിങ്ങളുടെ മൂല്യങ്ങൾ, നിങ്ങളുടെ വ്യക്തിത്വം എന്നിവയാണ് നിങ്ങളുടെ അടിത്തറ. ഒരു സ്ത്രീയെ ആകർഷിക്കുന്നത് നിങ്ങളുടെ ഈ ശക്തമായ ലോകത്തേക്കാണ്. അവൾ ആഗ്രഹിക്കുന്നത് ആ ലോകത്തിന്റെ ഭാഗമാകാനാണ്, അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ലോകം ഉപേക്ഷിച്ച് അവളുടെ ലോകത്തേക്ക് ചേക്കേറാനല്ല. നിങ്ങൾ പൂർണ്ണമായും അവൾക്ക് വേണ്ടി മാറുമ്പോൾ അവൾ ആദ്യം ഇഷ്ടപ്പെട്ട ആ പുരുഷൻ അവിടെ ഇല്ലാതാകുന്നു. അതോടെ അവൾക്ക് നിങ്ങളിലുള്ള ആകർഷണവും നഷ്ടപ്പെടുന്നു. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യത്തിനാണ് പ്രഥമസ്ഥാനം. ഒരു നല്ല സ്ത്രീ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ സപ്പോർട്ട് ചെയ്യും. തെറ്റായ സ്ത്രീ നിങ്ങളെ അതിൽ നിന്ന് വഴിതിരിച്ചുവിടും. ഇപ്പോൾ നിങ്ങൾക്ക് ആ രഹസ്യം പൂർണ്ണമായി മനസ്സിലായി കാണും. സ്ത്രീകളെ ആകർഷിക്കുന്നത് പണമോ സൗന്ദര്യമോ അല്ല, അതൊരു മൈൻഡ് സെറ്റാണ്. ഞാൻ അവളെ എങ്ങനെ നേടുമെന്ന ചിന്തയിൽ നിന്ന് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ യോഗ്യയാണോ, അവൾ എൻ്റെ നിലവാരങ്ങൾക്ക് ചേർന്നവളാണോ എന്ന ചിന്തയിലേക്കുള്ള ഒരു മാറ്റമാണത്. ഈ പറഞ്ഞ കാര്യങ്ങൾ വെറും തിയറിയായി കാണരുത്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുക. ഇതൊറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന മാറ്റമല്ല, ഇതൊരു യാത്രയാണ്. സ്വയം മെച്ചപ്പെടുത്തുന്നതിൻ്റെ, കൂടുതൽ ആത്മവിശ്വാസമുള്ള ശക്തനായ ഒരു പുരുഷനായി മാറുന്നതിൻ്റെ യാത്രയാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഏത് പോയിന്റാണ് നിങ്ങളുടെ ചിന്തയെ മാറ്റിമറിച്ചത്? നിങ്ങളുടെ ഏറ്റവും വലിയ മൊമെന്റ് എന്തായിരുന്നു? താഴെ കമന്റ് ചെയ്യുക. ഇത്തരം റിയലിസ്റ്റിക് ഗൈഡുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.